CBSE ത്രിഭാഷാ പദ്ധതി എന്തിന് 9ാം ക്ലാസ്സിൽ നടപ്പാക്കുന്നു എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഇത് വിദ്യാർത്ഥികൾക്ക് അധിക സമ്മർദ്ദമുണ്ടാക്കും. നവോദയ സ്കൂളുകളുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതിയുടെ ഈ നിരീക്ഷണം. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബാലു, കോടതി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ വിദ്യാഭ്യാസ മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരാരെങ്കിലും മറുപടി നൽകിയോ? പ്രജിഷ, ഇത് ഈ ത്രിഭാഷാ പദ്ധതിക്കെതിരായിട്ടുള്ള ഒരു ഹർജി പരിഗണിക്കവേ അല്ല സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് നാഗരത്നയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടായത്. ഈ തമിഴ്നാട്ടിൽ എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള സൗകര്യം സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കണമെന്ന് നേരത്തെ മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് BV നാഗരത്നയും R മഹാദേവനും അടങ്ങുന്ന ബെഞ്ച് സുപ്രധാനമായ ഈ ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ വ്യക്തിപരമായ വിദ്യാഭ്യാസ ജീവിതമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് BV നാഗരത്ന 9ാം ക്ലാസ്സിൽ ഈ ത്രിഭാഷ, അതായത് ഒരു പുതിയ ഭാഷ പഠിപ്പിക്കുന്നത് എന്നുള്ള നീക്കത്തിലുള്ള ആശങ്ക ഇന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത് 10ാം ക്ലാസ്സിൽ ബോർഡ് എക്സാമാണ്. 8ാം ക്ലാസ് തൊട്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ബോർഡ് എക്സാമിൻ്റെ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിൽ പെട്ടെന്ന് ഒരു ഭാഷ പുതുതായി പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന സമ്മർദ്ദം അത് കേന്ദ്ര സർക്കാർ കണക്കിലെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിൽ ഈ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ജസ്റ്റിസ് BV നാഗരത്ന ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ജസ്റ്റിസ് BV നാഗരത്ന ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ വെച്ച് ഒരു പുതിയ ഭാഷ ആരംഭിക്കുന്നത് അത് തെറ്റില്ല, അത് വിദ്യാർത്ഥികൾക്ക് അത്രയധികം സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ത്രിഭാഷാ പദ്ധതിയുടെ ഭാഗമായി ഹിന്ദി നിർബന്ധമാണ് എന്ന ആശങ്ക ശരിയല്ല എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഒരു സംസ്ഥാന ഭാഷ, അതിനോട് ഒപ്പം മറ്റ് രണ്ട് ഭാഷകൾ പഠിക്കണമെന്നാണ്, ഇംഗ്ലീഷ് ഭാഷ പിന്നെ മറ്റൊരു ഭാഷ എന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഹിന്ദി നിർബന്ധമായും പഠിക്കണം എന്ന ഒരു നിർദ്ദേശമില്ല എന്നും ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിനോട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു പദ്ധതി എന്ന ഒറ്റ കാരണത്താൽ ഇതിനെ എല്ലാത്തിനെയും അങ്ങനെ എതിർക്കരുതെന്ന ഒരു കാര്യവും ഈ ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ത്രിഭാഷാ പദ്ധതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള മറ്റൊരു ഹർജി ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന്റെ മുമ്പാകെ പരിഗണനയിലാണ്. അത് അടുത്ത ആഴ്ച കോടതി പരിഗണിക്കുന്നതാണ്. നേരത്തെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നൊരാവശ്യം കോടതിയുടെ പരിഗണനയിൽ വന്നെങ്കിലും ചീഫ് ജസ്റ്റിസ് അന്നത് അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല. എന്നാൽ മറ്റൊരു ബെഞ്ചിലെ ജഡ്ജി ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലുള്ള ആശങ്ക കോടതിയിൽ പ്രകടിപ്പിക്കുകയാണ്. തുറന്ന കോടതിയിൽ മറ്റൊരു കേസ് പരിഗണിക്കുമ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.